ബി.ജെ.പി. നേതാവ് സുബ്രഹ്മണ്യ സ്വാമിയുടെ പുതിയ പ്രസ്താവന കേട്ട് ഞെട്ടാൻ തയ്യാറായിക്കോളും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയുള്ള ഈ വാക്പോര് വിവാദമാകുമെന്നതിൽ ഒരു സംശയവും വേണ്ട. പറഞ്ഞു വരുന്നത് 75-ാം വയസ്സിൽ മോദി വിരമിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന് മറ്റു മാർഗങ്ങളിലൂടെ കസേര നഷ്ടപ്പെടുമെന്നാണ് മുതിർന്ന ബി.ജെ.പി. നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ സുബ്രഹ്മണ്യൻ സ്വാമി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. സെപ്റ്റംബർ 17-ന് മോദി 75-ാം പിറന്നാൾ ആഘോഷിക്കാനിരിക്കെയാണ് അദ്ദേഹത്തിന്റെ ഈ പരാമർശം. RSS പ്രചരക സംസ്കാരത്തോട് പ്രതിബദ്ധതയുള്ള മോദി സെപ്റ്റംബർ 17-ന് 75-ലേക്ക് കടക്കുമ്പോൾ അധികാരത്തിൽ നിന്നും വിരമിക്കുമെന്ന് പ്രഖ്യാപിച്ചില്ലെങ്കിൽ പ്രധാനമന്ത്രി കസേര മറ്റേതെങ്കിലും വഴിയിലൂടെ നഷ്ടപ്പെടുമെന്നാണ് സുബ്രഹ്മണ്യൻ സ്വാമി എക്സിൽ കുറിച്ചത്. ഏതാനും നാളുകളായി സുബ്രഹ്മണ്യ സ്വാമി നരേന്ദ്രമോദിക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അടുത്തിടെ GDP നിരക്കിനെ ചോദ്യം ചെയ്ത് സ്വാമി രംഗത്ത് വന്നിരുന്നു. GDP വളർച്ചയെക്കുറിച്ചുള്ള മോദി സർക്കാരിന്റെ അവകാശവാദം പൊതുജനങ്ങളോടുള്ള വഞ്ചനയാണ്. 2014 മുതലുള്ള ശരാശരി GDP വളർച്ച പ്രതിവർഷം 5% മാത്രമാണെന്നും 2016 മുതൽ ഇത് പ്രതിവർഷം 3.7% സ്വാമി പറഞ്ഞിരുന്നു. മുൻപ് നരേന്ദ്രമോദിയുടെ 8 വർഷത്തെ ഭരണത്തിൽ ഇന്ത്യ ലഡാക്കിൽ ചൈനക്കാരുടെ മുന്നിൽ ഇഴഞ്ഞു നീങ്ങിയെന്ന് സുബ്രഹ്മണ്യൻ സ്വാമി വിമർശിച്ചിരുന്നു. റഷ്യക്കാരുടെ മുന്നിൽ മുട്ടുകുത്തി, ക്വാഡിൽ അമേരിക്കക്കാരുടെ മുന്നിൽ മുട്ടുകുത്തി, ഭാരതമാതാവിന് ലജ്ജിച്ച് തല ചായ്ക്കേണ്ടി വന്നു. ചെറിയ രാജ്യമായ ഖത്തറിന് മുൻപിൽ പോലും നമ്മൾ സാഷ്ടാംഗം പ്രണമിച്ചു. അത് നമ്മുടെ വിദേശ നയത്തിന്റെ അപജയമായിരുന്നു എന്നാണ് സുബ്രഹ്മണ്യൻ സ്വാമി അന്ന് ട്വീറ്റ് ചെയ്തത്. നുപൂർ ശർമ്മയെ ഖത്തറിലെ ഇന്ത്യൻ എംബസി ഛിദ്ര ശക്തി എന്ന് വിശേഷിപ്പിച്ചതിനു പിന്നാലെയും സുബ്രഹ്മണ്യൻ സ്വാമി വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു. അതേസമയം രാഹുൽ ഗാന്ധിയെയും സ്വാമി വെറുതെ വിട്ടിരുന്നില്ല. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യൻ പൗരത്വം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ബി.ജെ.പി. നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി ദിവസങ്ങൾക്ക് മുൻപെത്തിയതും ശ്രദ്ധേയമായിരുന്നു. തന്റെ പ്രാതിനിധ്യം തീരുമാനിക്കാൻ ആഭ്യന്തര മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു അദ്ദേഹം. ആഭ്യന്തര മന്ത്രാലയത്തോട് രാഹുലിന്റെ പൗരത്വം റദ്ദാക്കാനായി ആവശ്യപ്പെടണമെന്നാണ് സ്വാമി ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ബാക്കോപ്സ് ലിമിറ്റഡ് എന്ന പേരിൽ ഒരു സ്ഥാപനം ബ്രിട്ടനിൽ 2003 രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും അതിന്റെ ഡയറക്ടർമാരിൽ ഒരാളും സെക്രട്ടറിയുമാണ് രാഹുൽ ഗാന്ധിയെന്ന് സുബ്രഹ്മണ്യൻ സ്വാമി 2019 ആഭ്യന്തര മന്ത്രാലയത്തിന് എഴുതിയ കത്തിൽ അവകാശപ്പെട്ടിരുന്നു. ഇതിന്റെ വാർഷിക റിട്ടേണുകളിലെല്ലാം രാഹുൽ ഗാന്ധി ബ്രിട്ടീഷ് പൗരനാണെന്ന് പറയുന്നുണ്ടെന്നാണ് സ്വാമി പറയുന്നത്. 2005 ഒക്ടോബർ 10-നും 2006 ഒക്ടോബർ 31-നും ഇടയിൽ സമർപ്പിച്ച ഈ സ്ഥാപനത്തിന്റെ വാർഷിക റിട്ടേണുകളിൽ രാഹുൽ ഗാന്ധി ബ്രിട്ടീഷുകാരനാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് സ്വാമി ആരോപിക്കുന്നുണ്ട്. 2009 ഫെബ്രുവരി 17-ന് ബാക്കോപ്സ് ലിമിറ്റഡിന്റെ പിരിച്ചുവിടൽ അപേക്ഷയിലും രാഹുൽ ഗാന്ധിയുടെ പൗരത്വം വീണ്ടും ബ്രിട്ടീഷുകാരനാണെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 9-ന്റെയും 1955-ലെ ഇന്ത്യൻ പൗരത്വ നിയമത്തിന്റെയും ലംഘനമാണെന്നും സ്വാമി ആരോപിക്കുന്നുണ്ട്. 2019 ഏപ്രിൽ 29-ന് ഈ വിഷയത്തിൽ ആഭ്യന്തര മന്ത്രാലയം രാഹുലിന് കത്തയച്ചിരുന്നു. വസ്തുത അറിയിക്കാനും അന്ന് ആവശ്യപ്പെട്ടിരുന്നു. രാഹുലിനോട് 2 ആഴ്ചയ്ക്കുള്ളിൽ വിശദീകരണം നൽകണമെന്നായിരുന്നു ആഭ്യന്തര മന്ത്രാലയം ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ കത്ത് നൽകി 5 വർഷം പിന്നിട്ടിട്ടും രാഹുലുമായി ബന്ധപ്പെട്ട ഇക്കാര്യത്തിൽ വ്യക്തതയില്ലെന്ന് ബി.ജെ.പി. ആരോപിക്കുന്നുണ്ട്. അതിനാൽ പൗരത്വം റദ്ദാക്കാൻ ആഭ്യന്തര മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ടാണ് സുബ്രഹ്മണ്യൻ സ്വാമി കോടതിയെ സമീപിച്ചിരിക്കുന്നത്. രാഹുലിനെ വിചാരണ ചെയ്യുന്നതിൽ ആഭ്യന്തര മന്ത്രാലയം പരാജയപ്പെട്ടുവെന്നും ഇതിനെയാണ് പൊതു താൽപര്യ ഹർജിയിലൂടെ ചോദ്യം ചെയ്തതെന്നും എന്തുകൊണ്ടാണ് രാഹുലിന്റെ ഇന്ത്യൻ പൗരത്വം റദ്ദാക്കാതിരിക്കുന്നതെന്നും ആഭ്യന്തര മന്ത്രാലയത്തിന് മറുപടി നൽകാൻ രാഹുൽ തയ്യാറായിട്ടില്ലെന്നും സുബ്രഹ്മണ്യൻ സ്വാമി എക്സിൽ കുറിച്ചിരുന്നു.